എന്താ മക്കളെ, പെമ്പിള്ളാരെ വഴി നടക്കാൻ സമ്മതിക്കത്തില്ലേ? അതിന് ചേച്ചി ഇവിടെ വന്നെല്ലാം കണ്ടായിരുന്നു. ഞാൻ കാണുന്നുണ്ട്, നീയൊക്കെ തേരാപ്പാറ ഇതുവഴി നടക്കുന്ന ഞാൻ കാണുന്നുണ്ട് കേട്ടാ. അല്ല ഒന്നുമില്ല. ഒന്നും ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത്. ജസ്റ്റ് ഒരു കാര്യമൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ല. എന്താന്നേ? അല്ലാതെ പെമ്പിള്ളാരെ പുറകെ നടക്കണ്ട കേട്ടോ. ഒന്നുമില്ല. എന്താ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാനിത് കാണുന്നുണ്ട്. കറക്കം കൊച്ചിനെ അതിന് ചേട്ടൻ ഇവിടെ സംസാരിക്കണമല്ലോ കേട്ടായിരുന്നു. അവന്മാര് പറഞ്ഞ് മോള് കൃത്യമായിട്ട് മറുപടിയും കൊടുത്തു. അവിടെ പരിപാടി കഴിഞ്ഞ്. വേറെ എന്തെങ്കിലും പറഞ്ഞാ എൻ്റെ അടുത്ത്? പൊന്നു ഡാഡി ഇല്ല. അന്ന് നടന്ന ആ ചേട്ടന്മാരുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അന്ന് എന്തുവാ സംഭവിച്ചത് എൻ്റെ അടുത്ത് തിരക്കിയതേ ഉള്ളൂ. പിന്നെ ഈ ആന്റി വന്ന് സംസാരിച്ചപ്പോഴാണ് പിന്നെ അവര് വേറെ എന്തൊക്കെയോ പറഞ്ഞത്. അതിപ്പോ ഞാൻ വന്ന അന്ന് മുതൽ കാണുന്നതാ, ബൈക്കിൽ ആ ചെറുക്കന്മാർ അവിടെ നിന്നോണ്ട് ഓൺ അടിക്കുന്നതും നോക്കുന്നതും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. കെയറിങ് ഒക്കെ നല്ലതാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓവർ കെയർ ചെയ്താണ്ടല്ലോ അത് പ്രശ്നമാണ്. പക്ഷെ അവന്മാർക്ക് ഇത്തിരി സൂക്കേട് കൂടുതലാണ്. കൊടുത്ത നന്നായി. ഞാൻ കറക്റ്റായിട്ടൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷെ അച്ചാച്ചൻ സംസാരിച്ചപ്പോഴാ പ്രശ്നമായി. അപ്പൊ ഞാനാണോ കുഴപ്പക്കാരൻ? നമ്മുടെ കൊച്ചിനൊരു ആവശ്യം വരുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇക്കന്മാരെ പിടിച്ച് ഇടിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്യായിരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇടപെടണം. പിന്നെ നീ എന്തിനാണ് അന്ന് കരഞ്ഞത്? അത് അന്ന് കരഞ്ഞത് വേറെ കാര്യമല്ലേ മാമ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒറ്റയ്ക്കാവുന്നത്. അപ്പൊ ആരും ഇല്ലാത്തപ്പോ എനിക്ക് പെട്ടെന്ന് വിഷമം വന്നു. അല്ലാതെ ഇന്നിപ്പോ അവര് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് മറുപടി ഓർത്തല്ലോ. ഇനി ഇതിനകത്ത് ആരും കൂടുതൽ സംസാരിക്കണ്ട. ഇത് സമാധാനപരമായിട്ട് ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ അത് പറഞ്ഞു നിർത്തണം. അപ്പൊ ഞാനാണല്ലോ കുഴപ്പക്കാരൻ, അത് ഞാൻ സെറ്റ് ചെയ്തോളാം. നീ കൂടുതലൊന്നും പറയണ്ട. അമ്മയുടെ ചെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് നടന്ന കൈയും കാലുമായിട്ട് നടക്കാം, ഇല്ലെങ്കിൽ കൈയും കാലും ഇല്ലാതെ നടക്കാന്ന് പറ. ഞാൻ പറഞ്ഞെന്ന് പറ. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണടാ, ആവശ്യമില്ലാതെ വരുന്ന വെറുതെ ഇനിയൊരു പ്രശ്നത്തിന് പോവണ്ട. അതാ പറയണേ. നമുക്ക് തോന്നുന്നു നമ്മളാണ് വലിയ ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മനുഷ്യ? അച്ചാച്ചൻ എന്താ അവരോട് പോയത്? അത് മുത്തിനോട് അമ്മമാർക്ക് വല്ല വിരോധം ഉണ്ടോന്ന് അറിയാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ. അയ്യോ, എന്തൊരു വിരോധമാടാ. വിരോധം ഉണ്ടെങ്കിൽ എന്താ? ഞാൻ ആരെന്നാണ് വിചാരിച്ച? ക്ലീറ്റസ്മത്തയുടെ മോളാണ് അവള്. നീ എന്തിനാണ് ഇപ്പം സോറി പറയാൻ പോയത്? ഇവൻ സോറി പറയാനെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പോയി. എന്നിട്ട് അവരെ കൂടെ വെള്ളം അടിച്ച്. എന്നിട്ട് ഞങ്ങളെ പോലീസുകാരെ വിളിച്ച് പറഞ്ഞ് വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചവന്മാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ മുമ്പ് കൊണ്ട് ചാടിച്ചു തന്നു. എങ്ങനെയുണ്ട്? എല്ലാത്തിനും പറ്റി അടിച്ചു കൊടുത്ത് 10,000 വെച്ചാണ് പറഞ്ഞത്. മാറി മാറി ഓരോരുത്തർ സോറി പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഞാൻ CS സാറിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ കൊച്ചിന് ഇങ്ങനെ കളിയാക്കിയവന്മാരാണ് അവരെന്ന് പറഞ്ഞു. അതിൻ്റെ 2 പേരിട്ടൂടെ കൊടുത്തു. പിന്നെ 5,000 രൂപയ്ക്ക് ഒതുക്കി വിട്ട് എല്ലാത്തിനെയും പറ്റി അടച്ചാൽ വിട്ടിട്ടുണ്ട്. എവനെ പറ്റിയൊന്നും അടിച്ചില്ല. അവന് ബിരിയാണി മേടിച്ചു കൊടുക്കണ്ടേ? കുടുംബത്തിന് വേണ്ടി ആദ്യമായിട്ട് നല്ല കാര്യം ചെയ്തല്ലേ. കുറച്ച് അരിയുണ്ടേയും കൂടെ വാങ്ങിച്ചു കൊടുക്കണ്ട. എന്റെ അച്ഛൻ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്ന? അത് എന്റെ അനിയനാണ്.